ഹായ് ഫിഷി ഡോക്ടേഴ്സ്. അപ്പൊ നമ്മുടെ നീറ്റ് 2025 പ്രിപ്പറേഷൻ ഒക്കെ നന്നായി മുമ്പോട്ട് പോവാണ്. നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുപാട് ക്രാഷ് പ്രോഗ്രാംസും ഓൺലൈൻ ഓഫ്ലൈൻ എവറിത്തിങ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലോഞ്ചിൽ ഞങ്ങൾ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു കാര്യമായിരുന്നു സൈലം നിങ്ങൾക്കായിട്ട് സൈലം ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുന്നു. അതായത് നീറ്റ് പോലെയുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ദ സിലബസ് നോളജ് ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതും റെഗുലർ ആയിട്ട് അല്ലെ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അതൊക്കെയാണ് നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് സൈലം നിങ്ങൾക്കായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് സൈലം ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തത്. ഈ സൈലം ടെസ്റ്റ് സീരീസ് നമ്മുടെ ആപ്പ് ത്രൂ എങ്ങനെ ആക്സസ് ചെയ്യാം, എങ്ങനെ പർച്ചേസ് ചെയ്യാം, ആർക്കൊക്കെയാണ് ഇതിന് ഫ്രീ ആക്സസ് ഉള്ളത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ ആപ്പ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സൈലം ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. ഇല്ലാത്തവർ സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മളുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് റിപ്പീറ്റേഴ്സ് നീറ്റ്, അതായത് നിങ്ങളുടെ ഹോം പേജ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് സപ്പോസ് റിപ്പീറ്റേഴ്സ് നീറ്റ് എടുക്കുക. അപ്പൊ നമ്മൾ നീറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ 12 or 12+, ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ 12+ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കീഴിലുള്ള നിങ്ങൾക്ക് ആക്സസ് ഉള്ള കോഴ്സസ് ഒക്കെ കാണാൻ പറ്റും. എന്നിട്ട് നേരെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈലം ടെസ്റ്റ് സീരീസ് കാണാൻ പറ്റും. സൈലം ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 35+ എക്സ്ക്ലൂസീവ് ടെസ്റ്റ്, അതായത് മൊഡ്യൂൾ എക്സാംസ്, മെഗാ എക്സാംസ്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എൻറ്റയർ പ്ലാൻ ആണ് സൈലം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പോ നീറ്റ് UG സിലബസ് ആയിട്ട് കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത്. ഇത് January 23rd സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ്പിറൻസ് ക്യാൻ ടേക്ക് ദ ടെസ്റ്റ് ഡ്യൂറിംഗ് ദ ടൈമിംഗ് ഷോൺ ഇൻ ദി എക്സാം ഷെഡ്യൂൾ. സോ ഇത് മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ടെസ്റ്റ് സീരീസ് നടക്കുക. നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആയിട്ട് എഴുതാം. ഓഫ്ലൈൻ എക്സാംസ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ ആപ്പ് ത്രൂ എങ്ങനെ ടെസ്റ്റ് എഴുതാം എന്നുള്ളതാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പം ആപ്പ് ത്രൂ നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ എൻറ്റയർ ഷെഡ്യൂൾ, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളത്, ഏതൊക്കെ സിലബസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതിന്റെ എൻറ്റയർ ഷെഡ്യൂൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. അത് മിസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ റിസൾട്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ 6 മണിക്കൂറിന് ശേഷം, എക്സാമിന്റെ എൻഡ് ടൈമിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട്സ് ആക്സസ് ചെയ്യാനാണ്. അത് അനൗൺസ്മെന്റ്സിൽ ഉണ്ടാകും. പിന്നെ പ്രിന്റഡ് സൊല്യൂഷൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഓൾസോ നിങ്ങൾക്ക് ഈ എക്സാം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നീറ്റ് പാറ്റേണിൽ വരുന്ന, നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലെങ്തി ക്വസ്റ്റ്യൻസ് അല്ലെ, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആകട്ടെ, മാത്സ് ഫോളോയിങ് ആകട്ടെ, അസേർഷൻ റീസൺ ആകട്ടെ, എല്ലാത്തിലും നമുക്ക് കുറച്ച് ട്രിക്കി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ നീറ്റ് 2025 ഒരു ഈസി ജേർണി ആക്കാനായിട്ട്, ഒരു ഈസി എക്സ്പീരിയൻസ് ആക്കാനായിട്ട് ആണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ ഇവിടെ ടെസ്റ്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നതിന്റെ ഷെഡ്യൂളാണ്. അപ്പൊ നമ്മൾ താഴെ അല്ലെ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ സൈലം ടെസ്റ്റ് സീരീസിൽ പോയി അവിടെ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ വ്യൂ ഷെഡ്യൂൾ കാണാം. വ്യൂ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർ എക്സാമിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ജാനുവരി 25th മുതലുള്ള ഷെഡ്യൂള് 25th മാർച്ച് വരെയുള്ള, അതായത് 33 എക്സാംസ് 25th മാർച്ച് വരെയുള്ള ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനുശേഷവും ഈ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷെഡ്യൂൾ ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. വെറും 33 എക്സാംസ് മാത്രമല്ല, നമ്മൾ 35+ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. സോ ഈവൻ മോർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ടിൽ യുവർ നീറ്റ് 2025, നീറ്റ് എക്സാം നടക്കുന്ന മെയിലാണല്ലോ, അപ്പൊ അതിന് മുമ്പ് വരെ നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും. അത് ഇവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കും, ഷെഡ്യൂൾ ആഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഷെഡ്യൂൾ നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ആദ്യത്തെ എക്സാം നടക്കുന്നത് January 23rd ആണ് കേട്ടോ. മിസ് നേരത്തെ 25th എന്നാണ് പറഞ്ഞത്, 23rd ആണ്. ഓക്കെ, തേഴ്സ്ഡേ. മൊഡ്യൂൾ 1 ആണിത്, ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്? ഫിസിക്സിലെ ചാപ്റ്റർ കൊടുത്തിരിക്കുന്നു, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫുൾ ടോപ്പിക് എക്സാം ആണ് നടക്കുക. അപ്പൊ മൊഡ്യൂൾ എക്സാം 200 ക്വസ്റ്റ്യൻസ് എക്സാക്ട് നീറ്റ് പാറ്റേണിലാണ് ഉണ്ടാവുക. ഫുൾ ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് 2 PM എക്സാം കമൻസ് ചെയ്യുന്നത്. അപ്പൊ ടൈം നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം ആ എക്സാക്ട് ടൈമിൽ ആപ്പിൽ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നീറ്റിന്റെ അതേ പാറ്റേണിലായതുകൊണ്ട് അതേ ടൈം യൂസ് ചെയ്ത് ടൈം ഒക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇത് കണ്ടോ. പിന്നെ ഇതാ ഇവിടെ
ഓരോ ദിവസവും ഏതൊക്കെ എക്സാം നടക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ചില ഓഫ്ലൈൻ എക്സാമുകളുടെ ഇതും ഗ്രാൻഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് ടെസ്റ്റുകൾ എങ്ങനെ വരുന്നു, മൊഡ്യൂൾ എക്സാമുകൾ എങ്ങനെ വരുന്നു, അത് നമ്മുടെ ഷെഡ്യൂളിൽ നീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുക എല്ലാ എക്സാമുകളും മക്കൾ എഴുതുക. ഓഫ്ലൈൻ എക്സാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓഫ്ലൈൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക ആൻഡ് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ നോട്ട് ചെയ്തിട്ട് എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇവിടെ പോയിട്ട് അപ്പൊ നമ്മൾ ഷെഡ്യൂൾ കണ്ടു. പിന്നെ ടെസ്റ്റ് എഴുതേണ്ട ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ടെസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആവും. 2 മണിക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ സൊല്യൂഷൻസ് ഒക്കെ ഇതാ ഇവിടെ കിടക്കുന്നുണ്ടാകും ആ ടെസ്റ്റ് കഴിയുമ്പോഴേക്കും. പിന്നെ അനൗൺസ്മെന്റ്സ് ഓഫ് റിസൾട്ട്സ് അല്ലെ, എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റിന് റിലേറ്റഡ് എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് വരുന്നത്. ആർക്കൊക്കെ ഇതിന് ഫ്രീ ആക്സസ് ഉണ്ട്? സൈലത്തിന്റെ ഓൺലൈൻ കോഴ്സസ് ആയിട്ടുള്ള, അതായത് ഓൺലൈൻ ബാച്ചസ് ആയിട്ടുള്ള സൂപ്പർ കിങ്സ് ബാച്ച്, സൂപ്പർ കിങ്സ് 1.0 2.0 എല്ലാ ബാച്ചിലുള്ള മക്കൾക്ക് നീറ്റ് ആകട്ടെ, CBSE ആകട്ടെ, സൂപ്പർ കിങ്സ് നീറ്റ് സ്റ്റേറ്റ്, സൂപ്പർ കിങ്സ് CBSE സ്റ്റേറ്റ് ആൻഡ് ധീര നീറ്റ് 1.0 2.0, ഫീനിക്സ് ബാച്ച്, അതേപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, XPL 1.0 2.0 3.0 ഇതിലൊക്കെയുള്ള എല്ലാവർക്കും, അതായത് സൂപ്പർ കിങ്സ് മുതലുള്ള എല്ലാ ബാച്ചസിനും ഈ ടെസ്റ്റ് സീരീസിലേക്ക് ഫ്രീ ആക്സസ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ഇൻ കേസ് നിങ്ങൾ ഈ കോഴ്സിലൊന്നും എൻറോൾ, അതായത് സൂപ്പർ കിങ്സ് സ്റ്റേറ്റ്, CBSE 1.0 2.0, ധീര 1.0 2.0, ഫീനിക്സ് ആൻഡ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, അതേപോലെ XPL 1.0 2.0 3.0 ഇതിലൊന്നും എൻറോൾ ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ, ഇതിലൊന്നും ഫീസ് പേ ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് മാത്രം സൈലത്തിന്റെ ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഇനി ഒരു ടെസ്റ്റ് മാത്രമാണ് പ്രാക്ടീസ് ചെയ്യാൻ സൈലത്തിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വെറും 999 എന്നുള്ള വെറും സിമ്പിൾ ആയിട്ടുള്ള വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ആണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് സീരീസ് XTS സൈലം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാനുള്ള കോഴ്സ് ഫീസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അത് എങ്ങനെ പർച്ചേസ് ചെയ്യാം? നമ്മൾ ഈ ടെസ്റ്റ് സീരീസിന്റെ ഈ എൻറ്റയർ ഡീറ്റെയിൽസ് കണ്ടല്ലോ, അതിന്റെ അവിടെ നമുക്ക് ബൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓൾറെഡി ആപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റേസർ പേ വരുന്നുണ്ട്. അപ്പോൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് റേസർ പേയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അത് ഈ ഒരു പേജിലേക്ക് കൊണ്ടുപോകും. പേയ്മെന്റ് ഓപ്ഷൻസ് UPI ഉണ്ട്, GPay, അതേപോലെ തന്നെ ഫോൺ പേ, ക്രെഡ്, ആമസോൺ പേ, ഓൾ ദി ഓപ്ഷൻസ് അതെ. പിന്നെ കാർഡ്സ്, അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ് എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൽ ഏത് ഓപ്ഷൻ ആണോ നിങ്ങൾ പേ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക ആൻഡ് യു ക്യാൻ ഫിനിഷ് യുവർ പേയ്മെന്റ്. നിങ്ങളുടെ പർച്ചേസ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. ഈ ഒരു അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കാണ്ടിരിക്കുക. ഇറ്റ്സ് എ വെരി റീസണബിൾ റേറ്റ് ആൻഡ് നിങ്ങൾക്കറിയാം നീറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് മിസ് പറഞ്ഞതുപോലെ വെറും സബ്ജക്ട് നോളജ് മാത്രം പോരാ. യു നീഡ് ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, യു നീഡ് ടു റെഡ്യൂസ് നെഗറ്റീവ് മാർക്കിംഗ് ആൻഡ് ഓൾസോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇനി വരുന്ന എക്സാമിനേഷൻസ് ഒന്നും അത്ര സിമ്പിൾ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇറ്റ്സ് ഗോയിങ് ടു ബി കോമ്പറ്റേറ്റീവ്, ഹൈലി കോമ്പറ്റേറ്റീവ് അല്ലെ. അപ്പോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ, ലെറ്റ്സ് ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിനെ റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക, ഞങ്ങൾ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.